ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെജിറ്റബിൾ പിസ്സയും കൊണ്ടാണ്. ഓവനില്ലാതാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് 2 മീഡിയം സൈസ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിസ്സയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് മൈദ എടുത്താൽ മതി. ഈസ്റ്റിൻ്റെ അളവെല്ലാം കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് 1/4 കപ്പ് പാൽ ചേർത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തിയെല്ലാം കുഴക്കുന്ന പോലെ ടൈറ്റായിട്ട് കുഴക്കരുത്. കുറച്ച് ലൂസിലായിട്ട് കുഴക്കണം. ഒരുപാട് ലൂസാവരുതും ഒരുപാട് ടൈറ്റും ആകരുത്. 1/4 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കുറച്ച് വെള്ളവും ചേർത്താൽ മതി. മുഴുവനായി പാൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് നന്നായി സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, പൊങ്ങാൻ വെക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നേരെ പകുതിയാക്കാം. നന്നായി പൊങ്ങി വന്നിട്ട് നേരെ പകുതിയാക്കാം. നിങ്ങൾ പിസ്സ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇത് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നേരിയതായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. ഇതേപോലെ പരത്തിയെടുത്താൽ മതി. ഞാൻ അടിയിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല. അതിനുശേഷം ഇതേ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇത്രയും വലുപ്പത്തിൽ ഒരു സോസ് പാനിലാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതൊന്ന് കുത്തിക്കൊടുക്കാം. പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. പിസ്സ സോസ് കയ്യിലില്ലെങ്കിൽ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് ക്യാപ്സിക്കവും 3 കളറിലെ ക്യാപ്സിക്കവും കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഉള്ളി, പച്ച ഒലീവ്, കറുപ്പ് ഒലീവ് എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് കുറക്കുകയും കൂട്ടുകയും ചെയ്യുക. വെജിറ്റബിൾസ് ഒരു കളറ് ക്യാപ്സിക്കം മാത്രമാണെങ്കിൽ 1 കളറ് ക്യാപ്സിക്കം ചേർക്കാം. തക്കാളി വേണമെങ്കിൽ തക്കാളിയും ചേർക്കാം. ഞാൻ ഇവിടെ തക്കാളി ചേർക്കുന്നില്ല. കുറച്ച് ഒലീവ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് എല്ലായിടത്തും കവർ ചെയ്യണം. ഇനി ബേക്ക് ചെയ്യാൻ വെക്കുന്ന സോസ് പാനിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചൊരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിസ്സ നന്നായി ബേക്കായിട്ടുണ്ട്. ചീസെല്ലാം നന്നായി മെൽട്ടായിട്ടുണ്ട്. ഉള്ളിലെ ബാറ്ററെല്ലാം നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നന്നായി ഉള്ളെല്ലാം നന്നായി ബേക്കായിട്ടുണ്ട്. അടിയൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. ഇത് ഓവൻ ചെയ്ത പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പീസുമായി